ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് വേളിയിലെ ചില കാഴ്ചകളാണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു വലിയ ശംഖാണ്. അപ്പോൾ ഇതിലോട്ടൊരു എൻട്രൻസും കാണാം. അപ്പോൾ രാത്രിയാണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ ഇതൊരു വലിയ കുളം പോലെ ആയി കിട്ടിയിട്ട് പിന്നെ അതിൻ്റെ അകത്താണ് അപ്പോൾ നിങ്ങളൊക്കെ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ ഇവിടെ വേളിയിൽ ചെന്ന് ഇതൊക്കെ കാണണം. നല്ല കാഴ്ചകളാണ്. അപ്പോൾ കാണാനൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ഈ കുളത്തിൽ ഒരുപാട് ആമകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അറ്റം ചെയ്യുന്ന ഒരുപാട് 4-5 ആമകൾ നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ തന്നെ വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ രാത്രിയിലുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഒരു ഇരുട്ട് പോലെയൊക്കെ തോന്നുന്നത്. അപ്പോൾ പകൽ സമയത്താണെങ്കിൽ കാണാൻ ഇത്തിരി കൂടി ഷോക്കെ ആയിരുന്നു. വലിയ ശംഖ തന്നെയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും വലിയ ശംഖ കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ ഇത്ര ഇതായിട്ടൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും എല്ലാத்தைയും ഒന്ന് കണ്ടത്. പിന്നെ അവിടെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഓണ സെലിബ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്ന കുട്ടികൾക്കുള്ള പാർക്കാണ്. ഇവിടെ ഊഞ്ഞാലും പിന്നെ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് പാർക്കാണ്. ഇപ്പോൾ എല്ലാം സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് പാർക്കിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർക്കാണ്. അപ്പോൾ ഇവിടെ ഊഞ്ഞാൽ ഐറ്റംസാണ് കൂടുതലായിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇത് മോനിങ്ങനെ ചെറുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറ്റി ഇരുത്തിയതാണ്. അവന് പേടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ പാർക്കാണിത്. അപ്പോൾ മക്കളായിട്ടൊക്കെ വന്ന് ഇവിടെ നിന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടൊക്കെ പോവാം. പിന്നെ ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല രീതിയിലുള്ള ബോട്ട് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സ്റ്റോണിലൊക്കെ എന്തൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഫ്ലവേഴ്സും പൂച്ചെടികളൊക്കെ കാണാം. എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. വലിയവർക്കായാലും കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ. ബീച്ചായാലും മറ്റ് ബോട്ട് സർവീസായാലും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെന്ന് പറയുന്ന രണ്ടാമത്തെ പാർക്കാണ്. അപ്പോൾ കൂടുതൽ ഈ പാർക്കിൽ വരുന്ന ഊഞ്ഞാൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക. ഇതെന്ന് പറയുന്ന മൂന്നാമത്തെ പാർക്കാണ്. അപ്പോൾ സമയം കിട്ടുന്നവരൊക്കെ വേളി വരിക. നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്നാണ് ഒരു തീവണ്ടി സർവീസൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അത് 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കയറിയിരിക്കാൻ നല്ല രീതിയിലുള്ള ഒരു സർവീസാണ്. ഓക്കെ, താങ്ക് യു.